സമാധാന കരാറിന്റെ ഭാഗമായി 28 ബന്ദികളുടെ ഭൗതിക അവശിഷ്ടങ്ങളടക്കം വിട്ടുനൽകാൻ ഹമാസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ചില മൃതദേഹങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ്. റെഡ് ക്രോസിന്റെ 10 വാഹനങ്ങൾ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ഗാസയിലേക്ക് പോകുമെന്നും പ്രത്യേക കൈമാറ്റ ചടങ്ങുകളൊന്നും ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടുകൾ ഇന്നുണ്ട്. ഗാസയിൽ നിന്ന് മോചിതരാകുന്ന ബന്ദികളെ സ്വീകരിക്കാൻ മുന്നൊരുക്കങ്ങൾ ഇസ്രയേൽ പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇസ്രയേലി ജനത കണ്ടയോടെ ബന്ദികൾക്കായി കാത്തിരിക്കണം എന്ന് പ്രസിഡന്റ് ഐസക് ഹെർസോഗും പറഞ്ഞു. ബന്ദിമോചനത്തിന് കൃത്യസമയം നിശ്ചയിച്ചിട്ടില്ല എന്നാണ് സൂചന. ഇന്ന് രാവിലെ മുതൽ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് വൃത്തങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. സ്വകാര്യമായി നടത്തുന്ന ബന്ദിമോചനത്തിൽ മാധ്യമങ്ങളെ അനുവദിക്കില്ലെന്നാണ് സൂചന. റെഡ് ക്രോസ് അയൽക്കം ബന്ദികളെ സ്വീകരിച്ച് ഇസ്രയേലിന് കൈമാറുകയെന്നും സൂചനയുണ്ട്. ഇസ്രയേൽ സേനയും ആശുപത്രി സംവിധാനങ്ങൾ ബന്ദികളെ സ്വീകരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. ബന്ദിമോചനമാക്കിയ US പ്രസിഡന്റ് ട്രംപിന് നന്ദി പറഞ്ഞ് ഇസ്രയേൽ ജനതയും സജീവമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ടെൽ അവീവ് നഗരത്തിൽ നടന്ന ജാഥയിൽ 10,000 കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. ട്രംപിന് നന്ദി പറയുന്ന മുദ്രാവാക്യങ്ങൾ റാലിയിൽ മുഴങ്ങിയിരുന്നു. ട്രംപിന്റെ മകൾ ഇവാങ്കയുടെ ഭർത്താവ് എന്നിവർ റാലിയെ അഭിസംബോധന ചെയ്തു. ഇതിനിടെ ഇസ്രയേൽ സേന പിന്മാറിയ ഗാസ പ്രദേശങ്ങളിലേക്ക് പാലസ്തീനികൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.